നമസ്കാരം. ജ്യോതിഷ ശ്രീമുരുക ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ശുക്രൻ മീനരാശിയിൽ പ്രവേശിച്ചാലുള്ള മേടക്കൂറിൻ്റെയും ഇടകൂറിൻ്റെയും ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ എപ്പിസോഡിൽ മിഥുനക്കൂറിൽ വരുന്ന മകേര്യത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരുടെ ഫലങ്ങളാണ് പറയുന്നത്. മിഥുനക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായ ശുക്രനാണ് 10ാം ഭാവത്തിൽ സംക്രമിക്കുന്നത്. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. പൂർവ്വപുണ്യങ്ങൾ എല്ലാം ലഭിക്കുന്ന സമയമാണ്. വിദേശയാത്രകളും തരപ്പെടും. പഠനാവശ്യങ്ങൾക്കായി തൊഴിലിനുമായി ബന്ധപ്പെട്ട വിദേശയാത്രകൾ വേണ്ടിവരും. വിസ സംബന്ധമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. കർമ്മരംഗത്ത് പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കും. സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരെ ആദരവ് ലഭിക്കുന്നതാണ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാനും ആകും. ചെയ്യുന്ന പ്രവൃത്തികളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും തൊഴിലിൽ പേരും പ്രശസ്തിയും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഓഹരി വിപണി വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്ന ഒരു സമയമാണ്. വീട്, ഭൂമി, വാഹനം എന്നിവ വാങ്ങുവാൻ അവസരം. ബിസിനസ് ഗുണപ്രദമായിരിക്കും. ഭാവിയിൽ ഗുണം കിട്ടുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാകും. സുഖചെലവുകൾ വർദ്ധിക്കും. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. അവരുടെ ഉയർച്ചയിൽ അവരോടൊപ്പം കൂടാനും സന്തോഷാനുഭവങ്ങൾ പങ്കിടാനും ഇടവരും. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും. പുണ്യപ്രവർത്തികളിൽ ചെയ്യുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകുന്ന ഒരു സമയം കൂടിയാണ് മിഥുനക്കൂറുകാർക്ക്. മിഥുനക്കൂറിൽ വരുന്നവരുടെ ഫലങ്ങൾ ഇത്രയെല്ലാമാണ്.